ആനകളെ അടുത്ത് കാണുവാനും അടുത്തറിയുവാനും സൗകര്യമുള്ള ഒരു സ്ഥലം. അത്തരമൊരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പുകാട് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കുട്ടിക്കുറുമ്പിയായ 4 വയസ്സുകാരി ആരണ്യയും 85 വയസ്സുകാരനായ സോമൻ എന്ന കൊമ്പനും ഉൾപ്പെടെ 15 ആനകളാണ് ഇപ്പോഴിവിടെ ഉള്ളത്. കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് നെടുമങ്ങാട് വഴിയാണ് പോകുന്നതെങ്കിൽ നെടുമങ്ങാട് നിന്നും ആര്യനാട് വഴി കുറ്റിച്ചൽ എന്ന സ്ഥലത്തെത്തുന്നു. ഒരേ നമ്പറുള്ള കറുപ്പും വെളുപ്പുമായ 2 കാറുകൾ ഒരുമിച്ച് പോകുന്നത് കണ്ടത് കൗതുക കാഴ്ചയായി. പ്ലാവ് മരത്തെ സംരക്ഷിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കടയും ആ കടയ്ക്കുള്ളിൽ കാഴ്ച നിൽക്കുന്ന ആ പ്ലാവുമായിരുന്നു മറ്റൊരു കൗതുക കാഴ്ച. കുറ്റിച്ചിൽ നിന്നും ഏകദേശം 7 കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോൾ കോട്ടൂരെത്താം. കോട്ടൂരെത്തി ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഒരു പാലം കാണും. പാലം കഴിഞ്ഞ ഉടൻ വലതുഭാഗത്തേക്കുള്ള റോഡിൽ കൂടി ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ കാപ്പുകാട് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലെത്തും. വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. നിലവിൽ 40 രൂപയാണ് 4 വീലറിന്റെ പാർക്കിംഗ് ഫീസ്. പുനരധിവാസ കേന്ദ്രത്തേക്കുള്ള എൻട്രൻസ് ഫീ ഒരാൾക്ക് 60 രൂപയാണ്. ഇത് 4 പേർക്ക് കൂടി എടുത്തതാണ് 240 രൂപ. ടിക്കറ്റ് എടുത്ത് അകത്ത് കിടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ കുട്ടിക്കുറുമ്പനെയാണ്. അടുത്തത് 12 വയസ്സുകാരനായ രാജയെയാണ് കാണുന്നത്. പിന്നീട് പോകുന്ന മനുവിന്റെ അടുത്തേക്കാണ്. മനു ആളല്പം കുഴപ്പക്കാരനാണ്. ദേഷ്യം വന്നാൽ അടുത്ത് കിടക്കുന്ന എന്തെങ്കിലും എടുത്ത് എറിയുമെന്നാണ് പറയുന്നത്. ഇനി പോകുന്നത് ആരണ്യയുടെയും പൂർണ്ണയുടെയും മായയുടെയും അടുത്തേക്കാണ്. ആരണ്യ 4 വയസ്സ്, ഇടത് സൈഡിൽ നിൽക്കുന്നത് പൂർണ്ണ 8 വയസ്സ്, വലത് സൈഡിൽ നിൽക്കുന്ന മായ 7 വയസ്സ്. മുന്നിൽ നിൽക്കുന്നതാണ് ഇവിടുത്തെ ഇളമുറത്ത പുരാട്ടി ആരണ്യ എന്ന 4 വയസ്സുകാരി. വലതുഭാഗത്ത് നിൽക്കുന്നത് 8 വയസ്സുകാരിയായ പൂർണ്ണ, ഇടതുവശത്ത് നിൽക്കുന്നത് 7 വയസ്സുകാരി മായ. ഇവിടെ തലയും കുലുക്കി നിൽക്കുന്നത് 12 വയസ്സുകാരനായ റാണയാണ്. റാണയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2013 1 വയസ്സിലാണ് റാണ ഇവിടുത്തെ അന്തേവാസിയായി എത്തുന്നത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പോടക്കൊല്ലി എന്ന സ്ഥലത്ത് മുള്ളുവേലിയിൽ കുടുങ്ങി ശരീരം മുഴുവനും മുറിവ് പറ്റിയ നിലയിലാണ് റാണയെ ഇവിടെ എത്തിച്ചതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്കുമാർ 51 വയസ്സായതാണ്. അതിന്റെ അപ്പുറത്തൊന്നും മിന്ന 23 വയസ്സ്. സന്ദർശകരിൽ കൂടുതൽ പേരും അന്വേഷിക്കുന്നത് സോമൻ എന്ന കൊമ്പനെയാണ്. ഇതാണ് ഇവിടുത്തെ കാരണവർ, 85 വയസ്സുള്ള സോമൻ. ആനയുടെ ഷോ എന്താ കാണിക്കാൻ ഗ്യാലറിയാണ്. 2006 ആനകൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്കായിട്ടാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം ആരംഭിക്കുന്നത്. നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ നെയ്യാർ ജലാശയത്തിന് സമീപം ഇതൊരു ആന പുനരധിവാസ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. കുട്ടിയാനകളെയും പ്രായമായ ആനകളെയും മറ്റ് പരുക്ക് പറ്റിയ കാട്ടാനകളെയും നാട്ടാനകളെയും ചികിത്സിച്ച് പുനരധിവസിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രമായി മാറിയേക്കാവുന്ന കോട്ടൂർ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം 2024 അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുകയുണ്ടായി. നെയ്യാർ ജലാശയത്തിനരികിലായതിനാൽ ചങ്ങാടം, കുട്ടവഞ്ചി, പെഡൽ ബോട്ട് എന്നിവയിൽ നെയ്യാർ ജലാശയത്തിൽ കൂടി ഉല്ലസിക്കുവാനുള്ള സൗകര്യവുമുണ്ട്.